പേരിയ ചുരം പൂർണ്ണമായും അടച്ചതോടെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ വലിയൊരു ഭാഗം ഒറ്റപ്പെട്ട നിലയിലാണ്. അന്തർജില്ലാ ബസ്സുകൾ വഴിതിരിച്ചുവിട്ടതോടെ പൊതുഗതാഗതം നാമമാത്രമായി. വിദ്യാർത്ഥികളാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ വരെ, കാരണം കണ്ണൂർ ജില്ലയെ ആശ്രയിക്കുന്നുണ്ട്, അതൊരു കൂടുതൽ 50 കിലോമീറ്റർ അധികം ചുറ്റിയിട്ടാണ് പോകുന്നത്. പഠിപ്പ് മുടങ്ങിയ അവസ്ഥ വരെ ഉണ്ട്. കോളയാട് ഭാഗത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ. പേരിയ ടൗൺ ദിവസങ്ങളായി ഉറക്കത്തിലാണ്. വാഹന ഗതാഗതം കുറഞ്ഞതോടെ കച്ചവടം തീരെയില്ലാതായി. പല വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്നു. വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാരെ ടൗണിലുള്ളൂ. കച്ചവടക്കാർ വൈകുന്നേരം വരെ ഇങ്ങനെ നോക്കി കുത്തിയായിട്ട് നിൽക്കുക. ഒരു കച്ചവടം ഇല്ല. സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാൻ മാസത്തിൽ കച്ചവടക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വാടക റൂമിനുള്ള ഇത് കൊടുക്കാൻ പറ്റുന്നില്ല. ഗതാഗത തടസ്സം നിർമ്മാണ മേഖലയെയും ബാധിച്ചു. നിർമ്മാണ മേഖല സ്തംഭിക്കാൻ കാരണം വെട്ടുകല്ല് കാര്യങ്ങൾ കയറി ഈ റൂട്ടിൽ വരുന്നില്ല. അതിലുപരി ഈ ഭാഗത്തുള്ള ക്യാൻസർ പേഷ്യൻ്റ് കാര്യങ്ങളൊക്കെ മലബാർ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് യാത്രാ ക്ലാസും കൊണ്ടുകൊണ്ട് ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ചുരത്തിലെ ഗതാഗതം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. മാതൃഭൂമി ന്യൂസ്, വയനാട്.